ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ആവശ്യം പോലെ പരോൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെയുള്ള കണക്ക് പുറത്തുവന്നു. 3 പേർക്ക് 1000 ദിവസത്തിലധികം പരോൾ കിട്ടി. 6 പേർ 500-ലധികം ദിവസം ജയിലിന് പുറത്തായിരുന്നു. കൊടിസുനിക്ക് 60 ദിവസം പരോൾ കിട്ടി. തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് പുറത്തുവന്നത്. മറ്റു ചില കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള നീക്കം അടുത്തിടെ പുറത്തുവന്നിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു ചേരുന്നു. അനു, പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്ന വിധത്തിൽ അത്രയധികം പരോളാണ് TP കേസ് പ്രതികൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതല്ലേ? ലക്ഷ്മി, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വലിയ രീതിയിൽ ശിക്ഷാ ഇളവുകൾ നൽകുന്നു, പരോളുകൾ നൽകുന്നു. അവർ ആവശ്യം പോലെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നു. മാത്രമല്ല, ഇപ്പോൾ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ പലയിടങ്ങളിലും ഈ പറയുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങൾ പോലും ഏകോപിപ്പിക്കുന്നുണ്ട് എന്ന അടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം പല കാലങ്ങളിൽ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അല്ലെങ്കിൽ രേഖയാണ് എത്ര ദിവസമാണ് ഒരു പുറത്ത് കിടന്നത് എന്ന അടക്കമുള്ള കൃത്യമായ നിയമസഭയിൽ സമർപ്പിച്ച ഉത്തരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ സമ്മേളന സമയത്തെ, അതായത് 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിൽ ഉള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ മറുപടിയിലെ വിശദാംശങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇതിൽ 3 പേർ, അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾ 1000 ദിവസത്തിന് മുകളിലാണ് പരോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് ആലോചിക്കുക, 3 വർഷത്തിലധികം പ്രതികൾ പരോളിൽ മാത്രം. ഇത് 2016 മുതലുള്ള കണക്കാണ്. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലുള്ള കണക്കാണ്. ഈ കാലയളവിൽ 3 വർഷത്തിലധികം പ്രതികൾ ജയിലിൽ പുറത്തായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. അതുകൂടാതെ ഇപ്പോൾ KC രാമചന്ദ്രൻ 1081 ദിവസമാണ് ജയിലിൽ പുറത്ത് പരോളിൽ കിടന്നിട്ടുള്ളത്. ട്രൗസർ മനോജ് 1068 ദിവസവും പരോൾ, സർക്കാരിൻ്റെ പരോൾ ഇളവോടുകൂടി ജയിലിൽ പുറത്ത് കഴിഞ്ഞു. സജിത്ത് 1078 ദിവസം. ഇങ്ങനെ 3 പേരാണ് 1000-ഓളം ദിവസം ജയിലിൽ പുറത്ത് കഴിഞ്ഞിട്ടുള്ളത്, പരോൾ അനുവദിച്ച് കിടന്നത്. അതുകൂടാതെ മറ്റു പ്രതികളായ TK രാജേഷിന് 940 ദിവസം പരോൾ ലഭിച്ചു. മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും, ഷിനോജിന് 925 ദിവസവും, റഫീഖിന് 782 ദിവസവും, കിർമാണി മനോജിന് 851 ദിവസവും, MC അനൂപിന് 900 ദിവസവും, കൊടിസുനിക്ക് പരോൾ ലഭിച്ചത് 60 ദിവസം. കൊടിസുനിക്ക് മാത്രമാണ് ഈ 60 ദിവസം ഏറ്റവും കുറവ് പരോൾ ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പരോൾ ലഭിച്ച് പുറത്തു വന്നതിന് ശേഷവും ചില ഗുണ്ടാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊടിസുനി പ്രവർത്തിച്ചത് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിലിലിരുന്ന് പുറത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കൊടിസുനിക്ക് പിന്നീട് പരോൾ അനുവദിക്കുന്നത് നിന്ന് സർക്കാർ പിന്തിരിഞ്ഞത്. പക്ഷേ മറ്റു പ്രതികൾക്കെല്ലാം വളരെയധികം പരോളുകൾ ലഭിക്കുന്നു എന്നുള്ള അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ 2024 ഒക്ടോബർ 16-ാം തീയതി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് രേഖാമൂലം നൽകിയ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.